നമോ ഭഗവതേ വാസുദേവായ. ദശകം 4, ശ്ലോക 9. ത്വത്സമാധി വിജയേതു യഃ പുനഃ മംക്ഷുമോക്ഷരസികഃ ക്രമേണ വാ യോഗവശ്യം അനിലം ഷടാശ്രയൈഃ ഉന്നയതി യജ സുഷുമ്നയാശനൈഃ. ത്വത് ഭഗവാനിൽ ഉള്ള സമാധി, നിർവികൽപ്പ സമാധി, വിജയേ നേടി ജയിച്ചവർ, തു ഭഗവാൻ, യഹ യാതൊരുവൻ, ഏതൊരു സദ്യോമുക്തി നേടുന്ന ഒരാൾ, മംക്ഷു ഉടനെ തന്നെ മോക്ഷം ലഭിക്കുവാൻ ഉള്ള ആ ഒരു രീതി, മോക്ഷ മുക്തി നേടുന്നത്, രസികഃ തൽപരരായി തീരുന്നത്, ക്രമേണ ക്രമത്തിൽ ക്രമമുക്തി ലഭിക്കുന്നവർ, വാ അതല്ലെങ്കിൽ യോഗവശ്യം യോഗാഭ്യാസം വശീകരിച്ചത്, അനിലം പ്രാണായാമാദികളാൽ കീഴടക്കിയ ആ വായു, ഷടാശ്രയൈ 6 സ്ഥാനങ്ങളിലൂടെ, മൂലാധാരം, നാഭി, ഹൃദയം, ഉരസ്, സ്ഥാലുമൂലം, ഭ്രൂമധ്യം, ഉന്നയതി മുകളിലേക്ക് പ്രാണവായുവിനെ കൊണ്ടുവരുന്നത്, അജ എപ്പോഴും ജയിക്കുന്നവർ, സുഷുമ്നയ നാഡിയിലൂടെ, ശനൈഹി മെല്ലെ മെല്ലെ, ത്വത്സമാധി വിജയേതു യഃ പുനഃ മംക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷടാശ്രയൈഃ ഉന്നയത്യജ സുഷുമ്നയാശനൈഃ. ഭഗവാനിലുള്ള നിർവികൽപ്പ സമാധിയെ നേടി ജയിച്ചവരാണ് ആരാണോ അവരൊക്കെ സദ്യോന്മുക്തി നേടിയവരാണ്. അവർക്ക് ഉടനെ തന്നെ മുക്തി ലഭിക്കുന്നു. അങ്ങനെ തൽപരരായി തീരുന്നവർക്ക് ക്രമത്തിൽ ക്രമമുക്തി, അതല്ലെങ്കിൽ യോഗ്യാഭ്യാസം വശീകരിച്ചുള്ള പ്രാണായാമാദികളാൽ കീഴടക്കിയ ആ വായുവിനെ, അങ്ങനെ അവർക്ക് അഭ്യാസം മൂലം കീഴടക്കുവാൻ സാധിക്കുന്നു. 6 സ്ഥാനങ്ങളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അതായത് മൂലാധാരം, നാഭി, ഹൃദയം, ഉരസ്, സ്ഥാനുമൂലം, ഭ്രൂമധ്യം എന്നിവയിലൂടെ. അതുപോലെ തന്നെ മുകളിലേക്ക് പ്രാണവായുവിനെ കൊണ്ടുവയ്ക്കുന്ന, എപ്പോഴും ജയിക്കുവാൻ നാഡിയിലൂടെ മെല്ലെ മെല്ലെ അവിടെ മുകളിൽ എത്തിക്കുവാൻ അവർക്ക് യോഗാഭ്യാസത്തിലൂടെ സാധിക്കുന്നു. ഇങ്ങനെയാണ് അവർ പല പല രീതിയിൽ വളരെ അഭ്യാസത്തോടെ ഇത് കൈവരിക്കുന്നത്. താങ്ക് യു.